സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് 2030 അജണ്ട 2030 എന്ന് പറഞ്ഞ ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഇപ്പോൾ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും മുമ്പോട്ട് പോകുന്നത്. തിരുവനന്തപുരം നഗര റോഡ് വികസന പദ്ധതിക്ക് SDG 2030 4 ഗോൾസ് അച്ചീവ് ചെയ്തതിനാണ് അവർക്ക് റെക്കഗ്നീഷൻ കിട്ടിയത്. ആ 4 ഗോളിന് വ്യക്തമായിട്ടുള്ള ഡേറ്റ ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് റെക്കഗ്നീഷൻ കിട്ടിയത്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അഥവാ സുസ്ഥിരമായിട്ടുള്ള വികസനത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളും ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്നുണ്ട്. പോസിറ്റീവ് അപ്രോച്ച് വേണം. ഇതെല്ലാം ശരിയാണ്, അതിനൊന്നും യാതൊരു സംശയമില്ല. കാരണം ഒരു ഇക്കോ സിസ്റ്റം, നമ്മൾ ഇന്നത്തെ മോഡേൺ മാനേജ്മെൻറ്റ് ജാർഗണിൽ പറഞ്ഞ ഒരു ഇക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇൻവെസ്റ്റർ വരുമ്പോൾ അയാളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഓണറബിൾ മിനിസ്റ്റർ രാജീവ് ഡാവോസിൽ കൊടുത്ത 3-4 ഇൻ്റർവ്യൂസ് ഞാൻ കാണുകയുണ്ടായി. അതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നേരത്തെ പറയുകയുണ്ടായി. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതേ പിച്ച് തന്നെയാണ് 2008 തോന്നുന്നു, 2009 ബോംബെയിൽ കേരള ഗവൺമെൻറ് ഒരു ഇൻവെസ്റ്റർ മീറ്റ് വെച്ചിരുന്നു. അതിൽ ILFS എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് എന്നെയാണ് ഡെലിഗേഷൻ വിട്ടത്. ആ ഇൻവെസ്റ്റർ മീറ്റിൽ ഐ വാസ് അപ്ബീറ്റ് അബൌട്ട് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ എന്താ പറയണ്ടേ, കേരളമെന്ന് കേട്ടാൽ തിളക്കണം ചോര എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപത്തിലാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് അന്ന് ബാലകൃഷ്ണൻ സാർ, ബാലകൃഷ്ണൻ സാർ IAS, അദ്ദേഹമാണ് അത് കണ്ടക്ട് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് അവിടെ പറഞ്ഞത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഹ്യൂമൻ ക്യാപിറ്റൽ, ഇത് എല്ലാം ഇന്നിപ്പോൾ ഡാവോസിൽ പറഞ്ഞതെല്ലാം തന്നെയാണ് അന്ന് പറഞ്ഞത്. അന്ന് എൻ്റെ കൂടെ അദാനി ഉൾപ്പെടെ റിലയൻസ്, അദാനി, വേറെ പല മേജർ കോർപ്പറേറ്റ് കമ്പനീസിൻ്റെ ടോപ്പ് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മിഡിൽ മാനേജ്മെൻറ്റിൽ നിന്ന് പോയത്. അവരെല്ലാം വെളിയിറങ്ങിയിട്ട് ഞങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ ഡിന്നർ കഴിക്കുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഓൾ ദിസ് ഗ്രീനറി ആൻഡ് അതർ സ്റ്റാഫ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എക്സെട്ര, നെറ്റ് റിസൾട്ട് എന്ത് കിട്ടും എന്നുള്ളതാണ്. ഇപ്പം ഞാനിത് നെഗറ്റീവായിട്ട് പറയുകയല്ല. ഗ്രൗണ്ട് ലെവലിൽ നമുക്ക് തീർച്ചയായിട്ടും ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യണം, യാതൊരു സംശയവുമില്ല. അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഇപ്പോഴത്തെ ഗവൺമെൻറ്, മുമ്പത്തെ ഗവൺമെൻറ് മാത്രം പറയേണ്ട, ആ കറക്ഷൻ മെഷേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. ടോപ്പിൽ നിന്നുള്ള ഒരു ഇമ്പാക്റ്റ് പറയണം. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ മേജർ ഇൻഡസ്ട്രീസിനെ അട്രാക്റ്റ് ചെയ്യണം. ഇതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് ഞാനിതിനെ കാണുന്നത്. ഒന്ന്, ഇന്നത്തെ ഇവിടുത്തെ ഈ ആറ്റിറ്റ്യൂഡിനൽ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസത്തിൽ വളർന്ന ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇന്ന് നമ്മളത് റിഗ്രറ്റ് ചെയ്യുന്നു. പ്ലെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരും അത് കറക്റ്റ് ചെയ്യാൻ ശരിക്കും ശ്രമിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ അത് തനിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇടതുപക്ഷം മാത്രം പറ്റില്ല, വലതുപക്ഷത്തിനെയും കൂട്ടിച്ചേർത്ത് ഒന്നിച്ചു പോയാൽ കേരളത്തിന് അതിരില്ലാതെ ഉയരാം എന്നുള്ളതാണ്. അല്ലാതെ, കാരണം ഇതുവരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതിൻ്റെ കാരണക്കാരെല്ലാവരും വിരൽ ചൂണ്ടുന്ന ഇടതുപക്ഷത്തിനോടാണ്. അത് മാറണമെങ്കിൽ അവർ മറ്റുള്ള പാർട്ടികളെയും എല്ലാം ഒന്നിച്ചു കൊണ്ടുവന്ന്, ഇന്നിപ്പോൾ ഡാവോസിൽ ഈ 6 സ്റ്റേറ്റ്സ് 7 സ്റ്റേറ്റ്സ് ഒന്നിച്ച് നിൽക്കുന്നത് പോലെ ഇവിടെയും നിൽക്കണം. നിന്നാൽ ആറ്റിറ്റ്യൂഡ് തനിയെ ചേഞ്ച് ചെയ്യും. അത് ഒരു അപ്രോച്ച്. രണ്ടാമത്തെ അപ്രോച്ച്, വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരിക. ഇപ്പം റിഫൈനറി പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരിക, മാൻ പവർ സെൻട്രിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവന്നു കഴിയുമ്പോൾ സർക്കാർ വിൽ ബി കമ്പൽഡ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. അന്ന് ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ മോദി പറഞ്ഞതുപോലെ ₹1 ഇൻവെസ്റ്റ് ചെയ്താൽ 1.1 രൂപ കൊണ്ടുപോകുന്നുണ്ട്, അഷ്വർ ചെയ്യേണ്ട എൻ്റെ ചുമതലയാണ്, ഞാൻ അഷ്വർ ചെയ്യുന്നു എന്ന് പറയാനുള്ള കരുത്ത് വരണമെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇവിടെ വരണം. അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാതെ ഒരു 500 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഇല്ലെങ്കിൽ ഒരു 800 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ വലുതായിട്ടൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ ഈ 2 ടോപ്പ് ഡൗൺ അപ്രോച്ച് ആൻഡ് ബോട്ടംസ് അപ്പ് അപ്രോച്ച് രണ്ടും കൂടെ പോയാൽ വിത്ത് ഈ പൊളിറ്റിക്കൽ കറക്ഷൻ, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും കൂടെ ചേർന്നിട്ട് ഒരു അജണ്ട തീരുമാനിക്കണം, അതിൽ പോകണം. അതാണ് എൻ്റെ സജഷൻ.